ഹലോ മക്കളെ, എല്ലാവർക്കും റായത്ത് തന്നെയല്ലേ. ഇന്ന് കൂന്തൽ മീൻ എങ്ങനെ എളുപ്പത്തിൽ വൃത്തിയാക്കാമെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പം അതിനും വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ വലിയ കൂന്തൽ എടുത്തിട്ടുണ്ട്. ഇനി ഈ തലൻ്റെ ഭാഗം സാവധാനത്തിലൊന്ന് പൊട്ടിച്ചിട്ട് എടുക്കണം. ഉള്ള ശക്തി ഫുള്ളും കൂട്ടിയിട്ട് ഇത് വലിച്ചെറിയണ്ട, തല 2 കണ്ടായിട്ട് വരും. പിന്നെ ചെയ്യേണ്ടത് ആ മീത്തെ കാണുന്നൊരു പാട പോലത്തെ ഒരു കാര്യം, ഒരു ബ്രൗൺ കളറ്, അത് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ എല്ലാം വലിച്ചിട്ട് എടുക്കണം. ഇത് പുതിയ ഫ്രഷായിട്ടുള്ള കൂന്തലാണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പാടെല്ലാം കുറച്ച് പനിയാവും. പഴയതായൊക്കെ നമുക്ക് പെട്ടെന്ന് വലിച്ചിട്ടെടുക്കാനും കഴിയും. ഇത് ഫുള്ള് എടുക്കണം. ഇപ്പം ഞാൻ എല്ലാം എടുത്ത് ഇനി നമുക്ക് ഉള്ളു ക്ലീനാക്കാം. ഇതിലൊരു പൈപ്പ് പോലത്തെ സാധനം ഉണ്ടല്ലോ, അതെടുക്കണം. പിന്നെ എൻ്റെ വലിയതായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകം വൃത്തിയാക്കാൻ കുറച്ച് പണിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്താക്കി, ഒരു സ്പൂൺ എടുത്തിട്ട് അതിൻ്റെ കടഭാഗം കൊണ്ട് കുത്തിയിട്ട് ഇതിൻ്റെ വേസ്റ്റ് എല്ലാം ഇളക്കിക്കുന്നുണ്ട്. ഇതിങ്ങനെ ഇളക്കിക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്തുള്ള എല്ലാ കച്ചിനും പുറത്തോട്ട് വരും. നേരയും പതയും കാഷ്ടവും പൊയ്യവും എന്ത് വേസ്റ്റ് ഉണ്ട് അതെല്ലാം പുറത്തേക്ക് വരും. ഇതിൻ്റെ താഴെ ഭാഗം ഉണ്ടല്ലോ, ആ താഴെ ഭാഗത്ത് കുറേ പൊയ്യെല്ലാം ഉണ്ടാവും. അത് ക്ലീൻ ആക്കണമെങ്കിൽ കുറേ പണിയുണ്ട്. അതുണ്ടെങ്കിൽ പിന്നെ കറി കൂട്ടാനും കഴിയില്ല. ഇതിങ്ങനെ സ്പൂണോട് ചൊരണ്ടിട്ട് ആയതിനു ശേഷം എന്താക്കണം അറിയോ, പൈപ്പിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ട് അതിൽ വെള്ളം നിറച്ചിട്ട് മറിച്ചിട്ടാകുമ്പോൾ 2-3 വട്ടം വെള്ളം നിറച്ചിട്ട് മറിക്കണം. അപ്പോൾ എന്താവും, ഈ പൊയ്യെല്ലാം പോവും. പിന്നെ നമുക്ക് സ്പൂണോട് കിട്ടാത്ത കാര്യമെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം കൈയിട്ട് തോണ്ടിയിട്ട് തന്നെ എടുക്കണം. ഇപ്പോൾ കാണുന്നില്ലേ, ഇത് വലിയ വലിയ ഉമ്മമാർക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ കഴിയുന്ന പണി. ഞാൻ പുള്ളർക്ക് പണിട്ടാന്ന് പറഞ്ഞു. ഇപ്പോൾ കുക്കിങ്ങെല്ലാം തുടങ്ങുന്ന കുറേ പുള്ളന്മാരുണ്ടാവും. പിന്നെ ദുബൈയിലെല്ലാം പോയിട്ട് എന്തോ അറിയാത്ത കുറച്ച് പെണ്ണുങ്ങളുണ്ടാവും. ഓർക്കെല്ലാം വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇന്ന് ചെയ്യുന്നത്. ഉള്ളു കണ്ടില്ലേ, ഫുള്ള് ക്ലീനായിന്. ഞാൻ ഇനി ഒന്നുകൂടി കാണിച്ചു തരാം. തല പൊട്ടിക്കുമ്പോൾ ശ്രദ്ധിച്ചോ, നല്ല വലിക്കണോ. ഇതിൻ്റെ ഉള്ളിൽ നോക്ക്, ഞാൻ കാണിക്കുന്നേ. ഇതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം കച്ചറി ഉണ്ടോക്ക്. ഇങ്ങനത്തെ കുഞ്ഞു മീനല്ലേ ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തെല്ലോ വെറുപ്പാന്നല്ലോ നോക്കിയാൽ. അപ്പോൾ പിന്നെ അതെല്ലാം ക്ലീൻ ആക്കിയില്ലെങ്കിൽ എങ്ങനെ കറിക്ക് നാറ്റം വെച്ചിട്ട് കൂട്ടാൻ കഴിയല. എല്ലാം കൈയോട് കഴിയുന്നെല്ലാം കൈയോടെ തന്നെ വലിച്ചിട്ട് എടുക്കണം. ഇനി കഴിയാത്തതെല്ലാം സ്പൂണോട് ചുരണ്ടിയിട്ട് എടുക്കണം. നല്ലോണം ചുരണ്ടണം, അപ്പോൾ എല്ലാ വേസ്റ്റും പോവും. പിന്നെ നല്ല പാങ്ങലൊക്കെ ആയിട്ട് എടുത്തിട്ട് കറി വെച്ചിട്ടാകുമ്പോൾ കറിക്ക് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ പൈപ്പും പ്ലാസ്റ്റിക്കും എന്തെല്ലാം ഉണ്ട് മക്കളെ ഇതിൻ്റെ ഉള്ളിൽ. ഇതിനെല്ലാം ക്ലീൻ ആക്കണമെങ്കിൽ വലിയ പണി തന്നെ. ഇനി ഞാനൊരു തലിൻ്റെ ഭാഗം ക്ലീൻ ആക്കുന്നത് കാണിച്ചു തരാം. കണ്ടാ, ഈ തലിൻ്റെ താഴെ ഭാഗം കണ്ടില്ലേ, ഇത് മഷി. ഈ മഷിയാറ്റ പൊട്ടിപ്പോയെങ്കിൽ പിന്നെ തീർന്ന്. ഇനി അറിയാത്ത ഈ മഷിയാമറ്റ കറിക്ക് ഇട്ടെങ്കിൽ പിന്നെ കറി കൊണ്ടിട്ട് കളയണം. പിന്നെ കൂട്ടുന്ന വയ്യില്ല. ഞാൻ പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം. ഭയങ്കര കടുപ്പ് ഈ മഷിക്ക്. നോക്ക്, വെള്ളത്തിൽ അങ്ങനെ കയ്യങ്ങൊന്നും വേന്നും പോയല്ല. 2-3 കൂട്ടം അരച്ചിട്ട് കയ്യങ്ങ് മാത്രമേ ഇത് പോവും. ഇനി കണ്ണിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ആ അടിയുണ്ട് തൊലി, ആ തൊലി നീക്കണം. അപ്പോൾ അറിയാത്ത ആളെന്താക്കും, ഇതിനെ കൈയിട്ട് അങ്ങനെ കറക്കിയിടും. അപ്പോൾ കറിക്കൊരു ഉളുമ്പ് നാറ്റം ഉണ്ടാവും. പിന്നെ 2 കണ്ണിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ നടുഭാഗമായിട്ട് കത്തിയോട്ടൊരു മുറിയിട്ട് കൊടുക്കണം. അപ്പോൾ നാടെന്നെ വലിയൊരു ബോൾ പോലെ ഒരു ഉരുണ്ട സാധനം ഉണ്ടാവും, അതെടുത്ത് കളയണം. അതേപോലെ തന്നെ 2 കണ്ണും അതും എടുത്തിട്ട് കളയണം. പിന്നെ ഈ കണ്ണെല്ലാം ഒന്ന് ജസ്റ്റ് ഒരു മുറി ഇട്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ കണ്ണെടുക്കാൻ കഴിയും. അതും എടുത്തിട്ട് കളയണം. പിന്നെ ഇപ്പം നോക്ക്, ഞാൻ മുറിക്കുന്ന ജാഗയില്ലേ, ആടും അങ്ങനെ ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഉണ്ട്. ഇതിപ്പോൾ കളയുന്നത് അതിൻ്റെ മല കാഷ്ടം അതെല്ലാം കളയണം. അതൊന്നും പാർട്സ് ഭാഗം എന്ന് വിചാരിച്ചിട്ട് കറിക്കൊന്നും ഇട്ടിട്ടുണ്ടാ മക്കളെ, പിന്നെ കറി കൂട്ടാനേ കഴിയല. പിന്നെന്താ ഈ കാണുന്ന ഭാഗം ഉണ്ടല്ലോ, കണ്ണിൻ്റെ കുറച്ച് മീത്ത ഭാഗത്തായിട്ട് ആടെയുണ്ട് ഒരു പ്ലാസ്റ്റിക്, നല്ല ഉറപ്പുള്ള സാധനം. അതിന് കത്തിയോട് മുറിച്ചിട്ട് കളയണം. അപ്പോൾ ഇതൊന്നും നമുക്ക് വേണ്ട. ഇതെല്ലാം ഉണ്ടെങ്കിൽ പിന്നെ കറി കൂട്ടാനൊന്നും കഴിയല. അപ്പോൾ ഇത്രയെല്ലാം കാര്യം നല്ലപോലെ ക്ലീൻ ആക്കിയിട്ട് എടുക്കണം. ഇപ്പോൾ ഏകദേശം വൃത്തിയായി. ഞാൻ ഇനി കാണിച്ചത് ഈ ഒരു പല്ല് പോലത്തെ ഒരു താഴെ നേരുന്ന ജാഗയുണ്ടല്ലോ, അതാടെ പൊട്ടിച്ചിട്ട് കളഞ്ഞത്. അത് പിന്നെ വേണമെന്നൊന്നുമില്ല. ഇതിങ്ങനെല്ലാം നല്ലോണം ക്ലീൻ ആക്കിയിട്ട് 5-6 കൂട്ടൊക്കെ ആയിട്ട് എടുക്കണം. ഇപ്പം എല്ലാം ക്ലീൻ ആക്കിയിട്ട് എടുത്ത് ഞാൻ നല്ല പങ്ക് വൃത്തിയാക്കിയിട്ട് വെള്ളമെല്ലാം വാർത്തിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും കുറച്ച് ആൾക്കെല്ലാം ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും ഉപകാരപ്പെട്ട ആളുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ആക്കിയിട്ട് എന്നെ സപ്പോർട്ടാക്കിയത്. അപ്പോൾ വീണ്ടും കാണാം. ജസാക്കല്ലാഹ് ഖൈർ.